സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം. സങ്കീർത്തനം 6:3 വാക്യം. അദൃശ്യമായ മുറിപ്പാടുകൾ ആഴത്തുള്ള മുറിവുകളും പരിക്കുകളുമാണ്. അവ കാണാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും യഥാർത്ഥ വേദനയും കഷ്ടപ്പാടും ഉണ്ടാകുന്നു. 6-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ആഴത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ച് വേദനാജനകമായ അസംസ്കൃതവും സത്യസന്ധമായ വാക്കുകൾ എഴുതി. അവൻ വേദനയിൽ, അഗാധമായ വേദനയിൽ ആയിരുന്നു. അവൻ ഞെരുക്കത്താൽ തളർന്നു. അവൻ്റെ കിടക്ക കണ്ണീർ കൊണ്ട് നനഞ്ഞു. തൻ്റെ കഷ്ടപ്പാടിൻ്റെ കാരണം ദാവീദ് പങ്കുവയ്ക്കുമെങ്കിലും നമ്മൾ പലർക്കും അവൻ്റെ വേദനയെ താരതമ്യപ്പെടാൻ കഴിയും. ദാവീദ് തൻ്റെ വേദനയോട് പ്രതികരിച്ച വിധം നമുക്ക് പ്രോത്സാഹനം നൽകിയേക്കാം. അതികഠിനമായ യാതനകൾക്കിടയിലും ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. സത്യസന്ധമായി എൻ്റെ ഹൃദയം പകർന്നുകൊണ്ട് അവൻ സൗഖ്യം, രക്ഷ, കരുണ എന്നിവയ്ക്കായി പ്രാർത്ഥിച്ചു. ഈ സാഹചര്യത്തിന് മുകളിൽ എത്രത്തോളം എന്ന ചോദ്യം തങ്ങി നിൽക്കുമ്പോൾ ദൈവം കരുണയ്ക്കായുള്ള നിലവിളി കേട്ടു എന്നും തൻ്റെ സമയത്ത് പ്രവർത്തിക്കുമെന്നും ദാവീദ് ഉറപ്പിച്ച് വിശ്വസിച്ചു. നമ്മുടെ ദൈവം ആയിരിക്കുന്നു എന്നതിൽ എപ്പോഴും പ്രത്യാശയുണ്ട്. ആഴമേറിയ വൈകാര്യമായ വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾ പോരാട്ടം ദൈവത്തോടെ എങ്ങനെ പ്രകടിപ്പിക്കാനാകും? ദൈവത്തിൻ്റെ രോഗശാന്തിയും കരുണയും രക്ഷയും നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എൻ്റെ അഗാധമായ വേദന പ്രകടിപ്പാനും എൻ്റെ അവസ്ഥയിലേക്ക് അങ്ങയുടെ സാന്നിധ്യത്തെ രോഗശാന്തിയെയും സ്വാഗതം ചെയ്യുവാനും എനിക്ക് ധൈര്യം തരണമേ. താങ്കൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.